ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അമ്മ ഈ ഒരു വാക്കാത്തിയൊക്കെ കൊണ്ട് എങ്ങോട്ടാ പോണേന്ന്. അപ്പൊ വേറെ ഒന്നിനുമല്ല, നമ്മുടെ വീട്ടിലൊരു ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബക്കറ്റ് ക്രിസ്മസ് ട്രീ ആണ്. അപ്പൊ 2-3 വർഷമായിട്ട് വളരെ വൈറലായിട്ടുള്ളൊരു ബക്കറ്റ് ക്രിസ്മസ് ട്രീ ആണ്. ഞാനപ്പോ എപ്പോ ഈ ഒരു ബക്കറ്റ് ക്രിസ്മസ് ട്രീ ഇട്ടാലും എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിട്ട് കിട്ടാറുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ 2 സിസ്റ്റർ ഇൻ ലോസ്, നമ്മുടെ 2 നാത്തൂമാരല്ല അനിയത്തിമാര് തന്നെയാണ്. അപ്പൊ അവര് 2 പേരും കൂടി വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പൊ നമ്മൾ ഈ വർഷം പൊളിക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ അനിയന്മാരായിട്ടുള്ള ഉണ്ണിക്കണ്ണന്മാരില്ല എങ്കിൽ പോലും നമ്മളുടെ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ. അപ്പൊ നമ്മളൊന്ന് കളറാക്കാന്ന് വിചാരിച്ചു. അപ്പോ അമ്മും രമ്യയും ഉണ്ട്. അപ്പൊ ഇവരാണ് ഇന്ന് നമ്മുടെ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കമ്പുകളാണ്. അപ്പൊ പനയുടെ കമ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പറമ്പിൽ നിന്ന് ഈ പനയുടെ കമ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബക്കറ്റ് ക്രിസ്മസ് ട്രീ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തപ്പോ എനിക്ക് 2-3 കമന്റ്സ് വന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ ട്രീക്ക് നല്ല ഭംഗി ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം 5-6 കമ്പ് വെച്ചിട്ടാണ് ക്രിസ്മസ് ട്രീ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പൊ ഇതാ നമ്മള് ഈ ഒരു സീക്വൻസ്, ഈ ഒരു മാലയാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2 കളർ മിക്സ് ചെയ്തിട്ട് ട്രീ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഗ്രീനും അതുപോലെ തന്നെ സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രീ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 8 അടി ഒക്കെ ഉള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. എന്റെയൊക്കെ അത്ര ഹൈറ്റ് ഉണ്ട് ഈ ഒരു ട്രീക്ക്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മാല, നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത സെയിം മാലയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ബക്കറ്റ് എടുത്തപ്പോൾ ബക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടിയോണ്ട് നമുക്ക് കുറച്ചും കൂടി ഈ ഒരു സീക്വൻസുകൾ വേണ്ടി വന്നു. പക്ഷെ നമ്മൾ 2-3 എണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. നമുക്ക് നല്ലൊരു ക്രിസ്മസ് ട്രീ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രീ ആയിട്ട് ഇത് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പുകളൊക്കെ കെട്ടിവെച്ച് ബക്കറ്റിൽ കെട്ടിവെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു സീക്വൻസ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീനും സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചുറ്റുന്നത് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് തീരും. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ല പാടാണ്, കാരണം കുറെ ടൈം എടുക്കും. നമ്മൾ എല്ലാവരും കൂടി ചെയ്തിട്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തായിരുന്നു. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു രസമാണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രീ സെറ്റാക്കി എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു പകുതിയൊക്കെ എത്താറായപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാല തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബ്രോഡ്വേയിലാണ് ഷോപ്പിങ്ങിനൊക്കെ പോയത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ട്രീ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. പിന്നെ നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഈ ഒരു കുറച്ച് സീക്വൻസും കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ ട്രീ കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, കുറച്ച് ഡിലേ വന്നു. അപ്പൊ എന്താ പറയാ, നമുക്ക് പക്ഷേ എല്ലാവരും കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഫൈനൽ ഔട്ട്പുട്ട് നല്ല രീതിയിൽ ആക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് എടുത്താലും നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ മാലകളൊക്കെ നമ്മൾ ഇതിൽ ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്കൊരു 3-4 മാലയും കൂടി മിസ്സിങ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്യാമിനെ വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാലയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ഇതുപോലെ മാലയൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാലയൊക്കെ ചുറ്റി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ട്രീയിലേക്കുള്ള ഡെക്കറേഷൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ തന്നെ നമ്മളൊരു സ്റ്റാർ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റാർ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നമ്മളൊരു നൂല്, ഒരു ത്രെഡില് ഇങ്ങനെ കോർത്തിട്ട് ഈ ഒരു ബോൾസ് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു മരത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് അതിലിങ്ങനെ കോർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ആ ഒരു
ഹാങ് ചെയ്ത് നിൽക്കുന്ന എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ നൂല് യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ത്രെഡ് അവിടെ എടുത്ത് കാണാനും പറ്റില്ല, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻസ് ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രീ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു ത്രെഡിലൊക്കെ കോർത്തിട്ട് ഹാങ് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്ന കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ശ്യാമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4 പേരും കൂടി ആയിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. കൂടാതെ അമ്മ അച്ഛനും ഒക്കെ പിന്നാമ്പുറത്തുണ്ട്, നമുക്ക് ഓരോ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് അവരും ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ ക്രിസ്മസ് ഒക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. വീട്ടിൽ എന്ത് കുഞ്ഞു ഫംഗ്ഷൻ ഉണ്ടായാൽ പോലും നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അതിപ്പോൾ ബർത്ത്ഡേ ആയാലും ഓണായാലും ക്രിസ്മസ് ഒക്കെ ആയാലും നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസും സെലിബ്രേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒത്തുകൂടാറുണ്ട്. അപ്പോൾ ആ ഒത്തുകൂടുന്നത് എന്ന് പറയുന്നത് ഒരു സന്തോഷം തരുന്ന കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടാണ് ഈ ഒരു ട്രീ ഇന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രീയുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എക്സ്ട്രാ ഒരു ബ്ലൂ കളർ ബോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രീയിൽ നമുക്ക് ആ ഒരു ബ്ലൂ കളർ കുറച്ച് ചേരുമെന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ട്രീയിൽ ഈ ഒരു ബോള് ഈ ഒരു ബ്ലൂ കളർ വന്നപ്പോൾ അത് നല്ല രസമായിട്ട് ഫീൽ ചെയ്തോട്ടെ. കാരണം നന്നായിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലൂ കളറ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലൂവും റെഡും ഗോൾഡൻ സിൽവർ ബോൾസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സാൻഡാസിന്റെ ഒക്കെ ചെറിയ ഇത് നമുക്ക് ബ്രോഡ്വേന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ 5-10 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ്. പിന്നെ ചെറിയ ചെറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 രൂപ മുതലാണ്. നമുക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ചെറികൾ നമുക്ക് ബ്രോഡ്വേ ചെന്നാൽ 2 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമാണ്. പിന്നെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അധികം ഒന്നും വാങ്ങില്ല. നമ്മൾ കുറച്ച് ചെറീസും പിന്നെ ഈ ഒരു ബ്ലൂ കളർ ബോൾസ് ഒക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രീ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഈ ഒരു ട്രീ നമുക്ക് ഹൈറ്റ് കുറച്ചും ചെയ്യാവുന്നതാണ്. പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ ടോപ്പ് ആയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുൻപ് ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ ട്രീ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ നൂലൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ രമ്യുണ്ട്. അപ്പൊ എല്ലാരും കൂടിയിട്ട് വളരെ ആടി പിടിച്ചിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് പെട്ടെന്ന് തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അങ്ങനെ നമ്മള് നൂലൊക്കെ സെറ്റ് ചെയ്ത് ട്രീ ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കി. അപ്പോൾ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു കമ്പുകൾ എക്സ്ട്രാ വന്നപ്പോഴാണ് ആ ഒരു ട്രീയുടെ ഭംഗി നമുക്ക് മനസ്സിലായത്. കുറച്ചും കൂടി നമുക്കൊരു ഹൈറ്റും തോന്നിക്കും, നല്ലൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയുടെ ആ ഒരു ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മൾ സ്റ്റാറും കൊടുത്തു, ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ലൈറ്റാണ്. അപ്പൊ സീരിയൽ ലൈറ്റും കൂടി വന്നാലാണ് ആ ഒരു ട്രീക്ക് ഒരു കംപ്ലീറ്റ് ലുക്ക് വരുള്ളൂ. അപ്പോൾ ലൈറ്റ്സ് എന്ന് പറയുന്നത് ട്രീയുടെ മെയിൻ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ബ്രോഡ്വേന്ന് തന്നെയാണ് ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റ്സ് എപ്പോഴും നമുക്ക് എല്ലാ വർഷവും വാങ്ങേണ്ട വരുന്നുണ്ട്. കാരണം ലൈറ്റ്സിന് വലിയ ഗ്യാരണ്ടി ഒന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ്സ് എല്ലാ പ്രാവശ്യവും എക്സ്ട്രാ വാങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ പല കളറിലുള്ള ലൈറ്റ്സ് ഒക്കെയാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രീ ഒക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മുടെ പുൽക്കൂട്. അപ്പോൾ പുൽക്കൂടും നമ്മൾ ഓൾറെഡി നേരത്തെയൊക്കെ യൂസ് ചെയ്ത പുൽക്കൂട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ആ പുൽക്കൂടിന്റെ പുല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ അടുത്തുള്ള പുല്ലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടിയിലൊക്കെ പുല്ലൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് ഇതുപോലത്തെ കുറച്ച് പൊടിക്കൈ വിദ്യകളൊക്കെ അറിയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുൽക്കൂടിന് അമ്മ പുല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ച്
അങ്ങനെ നമ്മുടെ പുൽക്കൂടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് താഴെയായിട്ടാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രൂപങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമാണ് അതിൻ്റെ രൂപങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ശ്യാമിനാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ അറിയാവുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നാൾ പുൽക്കൂട് ചെയ്തിട്ട് എനിക്ക് ഇതിന് ഒരു ഓർഡർ ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ നമ്മൾ പുൽക്കൂട് വെച്ചേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രീ സെറ്റായി. ട്രീയിലെ എല്ലാ ഐറ്റംസും ഹാങ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പുൽക്കൂടിലും നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. ലൈറ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രോഡ്വേയിൽ തന്നെയാണ് സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല നൈസായിട്ടുള്ള സാൻഡയുടെ ഒരു സ്റ്റാറാണ് വാങ്ങിയത്. അപ്പോൾ അതിനും നമ്മളൊരു ബ്ലൂ ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തത്തിലൊരു ബ്ലൂ മഴ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബ്ലൂ ലൈറ്റ് തന്നെയാണ് അതിനും കൊടുത്തേട്ടോ. അങ്ങനെ അച്ഛനാണ് സ്റ്റാറൊക്കെ ഇടുന്നത്. അങ്ങനെ അച്ഛൻ കയറി സ്റ്റാറൊക്കെ ഇട്ട് നമ്മുടെ ട്രീയും പുൽക്കൂടും എല്ലാം ഇവിടെ സെറ്റാക്കി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വീഡിയോ എടുക്കലാണ്. വീഡിയോ എടുക്കുക, ഉണ്ണിക്കണ്ണന്മാർക്ക് അയച്ചു കൊടുക്കുക, അവന്മാരെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുക. അപ്പോൾ അവന്മാർക്ക് കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു ക്രിസ്മസ് ടൈമാണ്. അപ്പോൾ എൻ്റെ ഒപ്പം എപ്പോഴും ക്രിസ്മസ് ഡെക്കോറിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവാറുള്ളവരാണ് ഉണ്ണിക്കണ്ണന്മാരുടെ. അപ്പോൾ അവന്മാർക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പൂനെയിലിരിക്കുമ്പോൾ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെയായിരിക്കും. കാരണം എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ആ ഒരു ട്രീയും ക്രിസ്മസ് ആഘോഷിക്കുന്നതൊക്കെ ഈ പ്രാവശ്യം എന്തായാലും അവർക്ക് മിസ് ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല, അവരുടെ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടൈമിൽ അവർക്ക് എത്താൻ പറ്റാഞ്ഞ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ ഈ ഇയർ നമ്മൾ ഈ ഒരു ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ട്രീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബക്കറ്റിലാണല്ലോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണോ ട്രീ പ്ലേസ് ചെയ്യുന്നത് അങ്ങോട്ട് നമുക്ക് ഈ ഒരു ട്രീ മൂവ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നതാണ് ഈ ഒരു ട്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അങ്ങനെ നമ്മൾ ബക്കറ്റിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു കോർണറിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ട്രീ അവിടെ പ്ലേസ് ചെയ്തു. ബാക്കി നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെയും സ്റ്റാറിൻ്റെ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രീ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ട്രീ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നും. അപ്പോൾ അത്രയും രസമായിട്ട് നമ്മൾ റെഡിമെയ്ഡൊക്കെ ആയിട്ട് വാങ്ങിച്ചു വെക്കുന്ന ട്രീകൾക്ക് ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ആ ട്രീ ഉണ്ടാക്കി പുൽക്കൂട് വെച്ചു, സ്റ്റാർ ഇട്ടു, ലൈറ്റ്സ് ഒക്കെ കൊടുത്തു, എല്ലാം സെറ്റാക്കി. അപ്പോൾ എന്താ പറയുക, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഞാൻ കുറച്ച് ക്രിസ്മസ് വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നതും ക്രിസ്മസ് റീത്തിൻ്റെയൊക്കെ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഡെക്കറേഷൻസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റും കൂടി ചെയ്യണേ.